ഇന്ന് ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന താരം ആരായിരിക്കും? സ്വന്തം രാജ്യക്കാർ പോലും അറഞ്ചും പുറഞ്ചും അയാളെ ആ രാജ്യം കണ്ട ഏറ്റവും മികച്ച താരമായിട്ടും ഇതിഹാസ സമാനമായ കരിയർ ഉണ്ടായിട്ടും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ട്രോളിക്കൊണ്ടേയിരിക്കുക, യഥേഷ്ടം വിമർശിച്ചുകൊണ്ടേയിരിക്കുക സങ്കടകരമാണ്. ഇതിലും ഭേദം എന്നെ കൊല്ലാമായിരുന്നില്ലേ എന്ന് ആ താരത്തിന് തീർച്ചയായും ഇപ്പോൾ തോന്നിയിരിക്കണം. യെസ്, പറഞ്ഞു വരുന്നത് ബാബർ അസം എന്ന പാകിസ്ഥാന്റെ സൂപ്പർ താരത്തെക്കുറിച്ചാണ്. T20 ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത് റെക്കോർഡിട്ട ഈ താരത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് വിരാട് കോഹ്ലിയുമായി പാക് ആരാധകർ താരതമ്യപ്പെടുത്തിയ അതേ ബാബർ അസമിനെ കുറിച്ചാണ്. ശരിയാണ്, കഷ്ടകാലമാണ്, ഫോം ഔട്ടിലാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയർ ഇതിനകം തന്നെ ഇതിഹാസ സമാനമാണ്. എങ്കിൽ കൂടിയും അയാളുടെ പരിശീലന വീഡിയോയും റൺസ് വളർച്ചയും എല്ലാം അത്രയും വലിയ രീതിയിൽ ഒരുപക്ഷെ പരിധി കടന്ന രൂപത്തിൽ തന്നെ ട്രോൾ ചെയ്യപ്പെടുകയാണ്. നിലവിലെ T20 ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിലൊന്നും പ്രതീക്ഷക്കൊത്ത രീതിയിൽ റൺസ് എടുക്കാൻ ബാബറിന് കഴിഞ്ഞിട്ടില്ല. അതോടെയാണ് മുൻ താരങ്ങളടക്കം ബാബറിനെ ട്രോളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. T20 ലോകകപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മഹാപോരാട്ടത്തിന് മുന്നോടിയായി പാക് ടെലിവിഷൻ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ അഹമ്മദ് ഷെഹസാദ് നമുക്കറിയാം പാകിസ്ഥാന്റെ മുൻ താരമാണ്, അതുപോലെ മുഹമ്മദ് ആമിറും ബാബറിന്റെ മോശം സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചും ബാറ്റിങ്ങിനെ കുറിച്ചും വിമർശിച്ചും ട്രോളിയും രംഗത്തെത്തുകയുണ്ടായി. ബാബർ അസം ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാനെ ജയിപ്പിച്ചാൽ TV സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും, കാണികൾക്കും, സപ്പോർട്ട് സ്റ്റാഫിനും താൻ ഭക്ഷണം വാങ്ങി നൽകുമെന്നായിരുന്നു ഷോയിൽ അഹമ്മദ് ഷെഹസാദിന്റെ വാഗ്ദാനം. ബാബർ ടീമിനെ ജയിപ്പിച്ചാൽ സ്റ്റുഡിയോയിൽ ആഹാരം കരുതേണ്ടി വരില്ല, മുഴുവൻ ടീമിനും ഞാൻ ഭക്ഷണം നൽകുമെന്നായിരുന്നു ലൈവ് TVയിൽ ഷെഹസാദിന്റെ പ്രഖ്യാപനമുണ്ടായത്. 150 സ്ട്രൈക്ക് റേറ്റിൽ 50-ൽ അധികം റൺസ് അദ്ദേഹം ഇന്ത്യക്കെതിരെ നേടിയാൽ, പാകിസ്ഥാനെ വിജയിപ്പിച്ചാൽ താൻ വിരമിക്കൽ തീരുമാനം പിൻവലിച്ചുകൊണ്ട് ടീമിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറാണെന്നായിരുന്നു മുഹമ്മദ് ആമിറിന്റെ പ്രസ്താവന. ബാബർ അസമിന്റെ മോശം സ്ട്രൈക്ക് റേറ്റിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ആമിറിന്റെ ഈ പ്രഖ്യാപനമുണ്ടായത്. ഇതിനിടെ മുൻ നായകനായ റഷീദ് ലത്തീഫും ബാബറിനെ പരിഹസിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കുചേരുകയുണ്ടായി. അത്രയും നേരമൊന്നും ബാബർ ക്രീസിൽ നിൽക്കില്ല എന്നായിരുന്നു ആ സമയത്ത് മുൻ നായകനായ റഷീദ് ലത്തീഫിന്റെ പ്രവചനം. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നമുക്കറിയാം നെതർലാൻഡ്സിനെതിരെ 18 പന്തിൽ 15 റൺസ് എടുത്ത് ബാബർ പുറത്താവുകയായിരുന്നു. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം 32 പന്തിൽ 46 റൺസ് എടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ മെല്ലെപ്പോക്ക് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ മുൻ താരങ്ങൾ തന്നെ ബാബറിനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ USA-ക്കെതിരായ മത്സരശേഷം T20 ലോകകപ്പ് ചരിത്രത്തിൽ 500-ലധികം റൺസ് നേടിയ താരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റുള്ള 110 എന്ന സ്ട്രൈക്ക് റേറ്റുള്ള ബാറ്ററായി ബാബർ മാറുകയും ചെയ്തു. ഒരു കാലത്ത് വിരാട് കോഹ്ലിയോട് ഉപമിക്കപ്പെട്ടിരുന്ന താരം ഇന്ന് ആധുനിക T20 ക്രിക്കറ്റിന്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയിലെ ഒരു ദുർബലമായ കണ്ണിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിമർശനം. ഒരർത്ഥത്തിൽ ഇത് ശരിയാണ് താരം. നെതർലാൻഡ്സിനെതിരായ ആദ്യ മത്സരത്തിൽ 148 റൺസ് പിന്തുടരുമ്പോഴും USA-ക്കെതിരായ പോരാട്ടത്തിലും ബാബറിന്റെ ഇന്നിംഗ്സുകൾ ഏതാണ്ട് സമാനമായിരുന്നു. 5-ാം ഓവറിൽ ക്രീസിലെത്തി 18 പന്തിൽ 15 റൺസ് മാത്രം നേടിയ ബാബറിന്റെ ശൈലി മറുവശത്ത് ആക്രമിച്ചു കളിച്ചിരുന്ന ഷാഹിബ്സാദ ഫർഹാന് അടക്കം അനാവശ്യ സമ്മർദ്ദം നൽകുകയും വിക്കറ്റ് നഷ്ടപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അമേരിക്കയ്ക്കെതിരെയും ആദ്യ 18 പന്തിൽ അദ്ദേഹം വെറും 15 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. ഫ്രീ ഹിറ്റുകൾ പോലും ബൗണ്ടറി കടത്താൻ ശ്രമിക്കാതെ സിംഗിളുകൾക്ക് മാത്രമായി ഓടുന്ന ബാബറുടെ ഈ T20-യിലെ ബാറ്റിംഗ് സമീപനം ആരാധകരെ പോലും നിരാശരാക്കുന്നുണ്ട്. ഇന്നിംഗ്സിന്റെ രണ്ടാം പകുതിയിൽ ഒരുപക്ഷെ അദ്ദേഹം സ്കോറിംഗ് ഉയർത്തുന്നുണ്ടെങ്കിലും തുടക്കത്തിലെ ഈ മന്ദഗതിയോടെയുള്ള ബാറ്റിംഗ് ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നോൺ സ്ട്രൈക്കേഴ്സിന് കൂടുതലും ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്ന ഒരു ചുമതലയാണ് ബാബർ അപ്പുറം ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ലോഫ്റ്റ് ഡ്രൈവുകൾക്ക് മുതിരാതെ ഗ്രൗണ്ട് ഷോട്ടുകളെ മാത്രം ആശ്രയിക്കുന്നതും സിക്സറുകൾ നേടാനുള്ള അദ്ദേഹത്തിന്റെ വിമുഖതയും ബാബറിലെ T20 ബാറ്റ്സ്മാനെയും ബാബറിന്റെ കാലത്തെക്കുറിച്ചുമൊക്കെ വിമർശന മുനയിൽ നിർത്തുന്നുണ്ട്. T20-യിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമാണെങ്കിലും നിലവിലെ 200-ന് മുകളിൽ റൺസ് പിറക്കുന്ന T20 കാലത്ത് ബാബറിന്റെ ഈ സർവൈവൽ എങ്ങനെയാകും എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. ബാബർ ലക്ഷ്യം വെക്കുന്നത് ഒരു 160-170 ടീം ടോട്ടലാണെങ്കിൽ 120 സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി അല്ലെങ്കിൽ പഴഞ്ചനായ ഒരു രീതിയായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതിനപ്പുറം നമുക്കറിയാം ബിഗ് ബാഷ് ലീഗിൽ സ്റ്റീവ് സ്മിത്ത് ബാബറിന് സിംഗിൾ നിശ്ചയിച്ചതും അദ്ദേഹത്തിന്റെ സിക്സറുകൾ അടിക്കാനുള്ള ശേഷിയില്ലെന്ന് പരിഹസിച്ച് നാണം കെടുത്തിയതുമൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി. ബിഗ് ബാഷ് ലീഗിനിടെ ബാബർ അസവുമായി അദ്ദേഹത്തിന്റെ സഹതാരമായ ഓസീസ് മുൻ നായകനായ സ്റ്റീവ് സ്മിത്ത് സ്ട്രൈക്ക് കൈമാറാതിരുന്ന സംഭവത്തിൽ പ്രതികരണവുമായി മുൻ പാക് താരം ബാസിത് അലി രംഗത്ത് വന്ന് ബാബറിനെ ട്രോളിക്കൊണ്ട് പറഞ്ഞതും ഏതാണ്ട് ഈ സമയത്ത് എടുത്തു വായിക്കാമെന്ന് തോന്നുന്നു. അന്ന് ബാസിത് അലി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് സിംഗിൾ എടുക്കാതിരുന്നതെന്ന് സ്മിത്ത് അടുത്ത ഓവറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബറിന് പകരം വിരാട് കോഹ്ലിയാണ് സിംഗിൾ എടുക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ സ്മിത്ത് അല്ല അദ്ദേഹത്തിന്റെ അപ്പൻ വിചാരിച്ചാലും അത് തടയാൻ സാധിക്കില്ല എന്നായിരുന്നു ബാബറിനെ പരിഹസിച്ചുകൊണ്ടുള്ള ബാസിത് അലിയുടെ ആ സമയത്തെ പ്രസ്താവന.
ഇനി തൻ്റെ ടീമിനെതിരെ 190 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിക്സേഴ്സ് 11ാം ഓവറിലാണ് അവസാന പന്തിലായിരുന്നു ബാബർ അസമിന് അന്ന് ഓസ്ട്രേലിയയിൽ ചെന്നുകൊണ്ട് നാണക്കേട് ഉണ്ടാക്കിയ ആ സംഭവങ്ങൾ അരങ്ങേറിയത്. പന്ത് ലോങ് ഓണിലേക്ക് അടിച്ച ബാബർ ഒരു ഈസി സിംഗിളിനായി ഓടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിന്നും സ്റ്റീവ് സ്മിത്ത് വേണ്ടെന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയൻ താരത്തിന്റെ നടപടിയിൽ ബാബർ അന്ന് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ രോഷം പ്രകടിപ്പിക്കുന്ന വീഡിയോകൾ വൈറലായിരുന്നു. തുടർന്ന് വന്ന ഓവറിൽ സ്ട്രൈക്ക് എടുത്ത സ്മിത്ത് തുടർച്ചയായി 4 സിക്സറുകളും ഒരു 4ഉം ബൗണ്ടറി കടത്തിക്കൊണ്ട് 32 റൺസാണ് ആ ഓവറിൽ അടിച്ചെടുത്തത്. അതിനുശേഷം നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബാബർ പുറത്തായി മടങ്ങുകയും ചെയ്തു. ഗ്രൗണ്ട് വിടുന്നതിനിടെ ബൗണ്ടറി ലൈനിൽ ബാറ്റ് കൊണ്ട് ആഞ്ഞടിച്ച് ബാബർ രോഷം പ്രകടിപ്പിച്ചത് ആ സമയത്ത് വലിയ വാർത്തയായിരുന്നു, ചർച്ചയായിരുന്നു. അതായത് ബിഗ് ബാഷ് കളിക്കാൻ പോയപ്പോൾ ഓസ്ട്രേലിയയിലും ബാബർ നാണം കെട്ടു എന്ന് തന്നെ സാരം. ഈ സീസണിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റിൽ മോശം ഫോമിലുമാണ് ബാബർ ഈ ബിഗ് ബാഷ് സീസൺ അവസാനിപ്പിച്ചത്. ലോകകപ്പിലും പക്ഷേ ബാബർ ഈ മെല്ലെപ്പോക്ക് തുടരുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫക്കർ സമാനെ പോലെയുള്ള വെടിക്കെട്ട് താരങ്ങൾ പുറത്തിരിക്കുമ്പോഴാണ് ബാബറിന്റെ ഈ മെല്ലെപ്പോക്ക് പാകിസ്ഥാനെ തളർത്തുന്നത്. രോഹിത് ശർമ്മയെ പോലെയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ പോലെയോ ശൈലി മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ബാബർ അസമിന്റെ കരിയറിലെ ഒരുപക്ഷെ അവസാന T20 ലോകകപ്പായി ഇത് മാറാനാണ് സാധ്യത എന്ന് പ്രവചിക്കുന്നവരുമുണ്ട്. 2020 സ്പെഷ്യലിസ്റ്റുകളായ സുഫിയാൻ മുഖിയും വസീം, മുഹമ്മദ് നവാസ്, അബ്ബാസ് അഫ്രീദി എന്നിവരൊക്കെ പുറത്തിരിക്കുമ്പോഴാണ് പഴയ പ്രതാപത്തിന്റെ പേരിൽ പഴയ ശൈലിയുമായി ബാബർ ഈ T20 ടീമിൽ തുടരുന്നത്. ഈ ശൈലി ഏകദിനത്തിൽ ഓക്കെ ആയിരിക്കാം, പക്ഷേ T20 ക്രിക്കറ്റിൽ പറ്റില്ലെന്ന് ബാബർ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. സത്യത്തിൽ T20യിൽ മാത്രമല്ല, ബാബറിന്റെ ഈ ഫോം ഔട്ട് തുടങ്ങിയിട്ട് കൊല്ലം 3-4ആയി. ആധികാരികമായൊരു ബാബർ അസം ഇന്നിങ്സ് ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിൽ ഒന്നിലെങ്കിലും വന്നിട്ട് തന്നെ വർഷങ്ങളായി. നമുക്കറിയാം 2024 ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ബംഗ്ലാദേശ് പാകിസ്ഥാനെ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നൊരു ട്രോൾ ഉണ്ടായിരുന്നു. ആ ട്രോൾ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. ബാബർ അസമിന്റെ ഫോമുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ട്രോൾ. ബാബർ അവസാനമായി ടെസ്റ്റിൽ അർദ്ധശതകം കുറിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ പേര് ട്വിറ്റർ എന്നായിരുന്നു. ഇന്ത്യയിൽ BJPക്ക് 300-ലേറെ ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇമ്രാൻഖാൻ ജയിൽവാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ശിഖർ ധവാനും ഡേവിഡ് വാർണറും സജീവമായി ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടായിരുന്നു ഏകദിന T20 ലോക ചാമ്പ്യന്മാർ. ഇങ്ങനെയൊരു ട്രോൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ബാബറിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിരാട് കോഹ്ലിയുടെ റൺസ് വരൾച്ച കാലത്ത് ദിസ് ടു ഷാൽ പാസ് എന്ന് സോഷ്യൽ മീഡിയയിൽ ആശ്വസിപ്പിച്ച ബാബറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാബറിനെ ലോക ക്രിക്കറ്റിലെ പ്രമുഖരടക്കം പ്രകീർത്തിച്ചിരുന്നു ഒരു കാലം. 2015 സിംബാബ്വെക്കെതിരെ അരങ്ങേറിയ ബാബർ അസം 10 വർഷം പിന്നിടുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ICC ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ 1ാമത് എത്തിയതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ മുഹൂർത്തം. 3.5 വർഷത്തോളം വിരാട് കോഹ്ലി കൈയടക്കി വെച്ചിരുന്ന ഏകദിന റാങ്കിങ്ങിലെ 1ാം സ്ഥാനമാണ് ബാബർ അസം അന്ന് കൈക്കലാക്കിയത്. 2017 ഓഗസ്റ്റിൽ 1ാം റാങ്കിൽ എത്തിയ വിരാട് കോഹ്ലി 1258 ദിവസങ്ങളോളം ആ റാങ്കിങ്ങിൽ കാര്യമായ മറ്റു വെല്ലുവിളികൾ ഇല്ലാതെ തുടർന്നിരുന്നു. എന്നാൽ ഇക്കാലത്തെല്ലാം മികച്ച പ്രകടനങ്ങളിലൂടെ ബാബർ അസമിന് വിരാട് കോഹ്ലിയുമായുള്ള പോയിന്റ് വ്യത്യാസം കുറക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് 1ാം റാങ്കിൽ എത്തിയപ്പോൾ 18 വർഷത്തിന് ശേഷമായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഒരു താരത്തിന് ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ 1ാമത് എത്താൻ കഴിഞ്ഞത്. 1983-84 കാലഘട്ടത്തിൽ സഹീർ അബ്ബാസും 88-89 കാലത്ത് ജാവേദ് മിയാന്താദും 2003 മുഹമ്മദ് യൂസുഫ്, ഇങ്ങനെയുള്ള 3 താരങ്ങൾ മാത്രമാണ് ഇതിനു മുമ്പ് ഏകദിന റാങ്കിങ്ങിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ച പാക് താരങ്ങൾ. കേവലം സിംബാബ്വെ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്കെതിരെ മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരൻ എന്ന എതിരാളികളുടെ പരിഹാസത്തിൽ നിന്നും സിംബാബ്വെ മർദ്ദകൻ എന്ന ട്രോളിൽ നിന്നും ലോക 1ാം നമ്പറിലേക്കുള്ള ബാബറിന്റെ ആ സമയത്തെ കുതിപ്പ് ക്രിക്കറ്റ് ലോകം ഏറെ കൗതുകത്തോടെയായിരുന്നു വീക്ഷിച്ചത്. ആ സമയത്തായിരുന്നു കൂടുതലും വിരാടുമായി അദ്ദേഹം താരതമ്യം ചെയ്തുള്ള ചർച്ചകളൊക്കെയും സജീവമായത്. അന്ന് T20യിലും ഏകദിനത്തിലും ടെസ്റ്റിലും ഒക്കെ മിന്നും ഫോമിൽ കളിക്കുന്ന താരമായിരുന്നു ബാബർ അസം. വിരാട് കോഹ്ലിയേക്കാൾ വേഗത്തിൽ T20യിൽ 1000 റൺസ് അടിച്ചെടുത്ത കളിക്കാരൻ എന്ന ഖ്യാതി അയാൾക്കുണ്ടായിരുന്നു. അതിനൊപ്പം ചരിത്രത്തിൽ ആദ്യമായി ICCയുടെ ഏതെങ്കിലും ഒരു ലോകകപ്പിൽ T20 ഓർ ഏകദിനം ഇന്ത്യയെ തോൽപ്പിച്ച ആദ്യത്തെ പാക് ക്യാപ്റ്റൻ എന്ന റെക്കോർഡും 2021 ലോകകപ്പോടെ ബാബർ അസം തന്റെ പേരിലാക്കിയിരുന്നു. ആ സമയത്ത് ബാബർ അസമിന്റെ ബാറ്റിംഗ് മികവിനെ പുകഴ്ത്തിക്കൊണ്ട് മുൻ താരങ്ങൾ അടക്കം രംഗത്ത് വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ വിരാട് കോഹ്ലിയുടെ പ്രകടനം എത്രത്തോളം മനോഹരമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് അത്രയും സുന്ദരമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബാബർ അസമിന്റെ ബാറ്റിംഗ് കണ്ടു നോക്കൂ. അവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് മുൻ ഓസീസ് താരവും കോച്ചുമായ ടോം മൂഡി ആ സമയത്ത് ബാബർ അസമിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ബാബർ ഒരു കവിതയാണെന്ന് ആ സമയത്ത് കുറിച്ചത് മുൻ ഇംഗ്ലീഷ് നായകനായ മൈക്കൽ വോണാണ്. പാകിസ്ഥാനിലെ വളർന്നു വരുന്ന താരങ്ങളിലും കുട്ടികൾക്കിടയിലുമൊക്കെ വലിയ ആവേശമായി മാറി ഗ്രൗണ്ട് ബോയിൽ നിന്നും ക്യാപ്റ്റൻസിയിലേക്കും ലോകത്തെ 1ാം നമ്പർ ബാറ്റ്സ്മാനിലേക്കുള്ള ബാബറിന്റെ ആ സമയത്തെ വളർച്ച, അതേ ബാബറാണ് ഇപ്പോൾ ഫോമൗട്ടിന്റെ കരകാണ കടലിൽപ്പെട്ട് ഉയരുന്നത്. ഈ T20 ലോകകപ്പിലും അദ്ദേഹം അതേ ഫോമിൽ തന്നെയാണ്, അതേ മോശം ഫോമിൽ കൂടി തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യം മാത്രമാണ് ബാബറിന് മുന്നിലുള്ളത്. ഗെറ്റ് റെഡി ബിക്കോസ് ദി കം ബാക്ക് ഈസ് ഗോയിങ് ടു ബി ലെജൻഡറി എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ ഇനി ബാബറിനാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.